വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ദാ ഇവർ അംഗൻവാടിയിൽ ആദ്യമായിട്ട് പോയ ദിവസത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അംഗൻവാടി കൊണ്ടുവിട്ടത് ഞാനും അച്ഛനും അമ്മയും ഒക്കെ കൂടെയാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു ഞങ്ങൾ. അവിടെ അച്ഛനും അമ്മയും ഞാനും കൂടെയാണ് കൊണ്ടുവിട്ടത്. ഒരു കുഴപ്പമില്ലായിരുന്നു, നല്ല മിടുക്കരായിട്ട് ഓടി കളിച്ചൊക്കെ അംഗൻവാടി പോയത്. അപ്പോൾ ഇവർക്ക് എന്താ സംഭവം അവിടെ ഒന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഇവർ അവിടെ ചെന്ന് കുറേ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടപ്പോഴത്തേനും ഇവർക്ക് ഭയങ്കര സന്തോഷമായി. ഭയങ്കര കളിയും ചിരിയും ഒക്കെ നല്ലതായിട്ട് കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളാണെങ്കിൽ എല്ലാവരുടെയും കാലിൽ തൊട്ട് അനുഗ്രഹമൊക്കെ വാങ്ങിച്ച് ഒക്കെ പോയപ്പോൾ ഇവരെന്തോ വലിയ സംഭവം ചെയ്യാൻ പോകുന്ന രീതിയിലാണ് ഇവർ പോയത്. അവിടെ ചെന്ന് നമ്മൾ ടീച്ചറിന് ദക്ഷിണയൊക്കെ കൊടുത്തു. ദക്ഷിണയൊക്കെ കൊടുത്തതിന് ശേഷം നമ്മളത് ടീച്ചറെ ഇങ്ങനെ അവരെ കൊണ്ട് അവിടെ രാവിലെ എന്നും പ്രെയറുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെല്ലിപ്പിക്കുകയാണ്. രാവിലെ ഈശ്വര പ്രാർത്ഥന ചെല്ലിപ്പിച്ചു. അപ്പോൾ ആ സമയത്തും ഇവർ ആദ്യമായിട്ടൊക്കെ ഇതൊക്കെ കേൾക്കുന്നതിൻ്റെയും കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റൊക്കെ മുഖത്തുണ്ടായിരുന്നു. എന്നാലും ഇവർ കുറേയൊക്കെ നന്നായിട്ട് നിന്നു കേട്ടോ. ഒന്നാമത് ഇവർക്ക് ഇത്രയും കൂട്ടുകാരെയൊക്കെ കിട്ടിയപ്പോൾ ഇവരുടെ വിചാരം എന്തോ കളിക്കാനുള്ള പാർക്കോ എന്തൊക്കെയായിരിക്കും. കാരണം അവിടെ എല്ലാം നിറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഭിത്തിയിലെല്ലാം പല പല കളേഴ്സിലുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇവർ അങ്ങനെ പ്രെയറൊക്കെ ചൊല്ലി അതിനുശേഷം പ്ലഡ്ജ് ചൊല്ലി അതും അവർ പറഞ്ഞു കൊടുത്തു. അതുപോലെയൊക്കെ ചൊല്ലുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെ സമ്മതിക്കണം കേട്ടോ. എല്ലാവരും ഈ 2.5-3 വയസ്സുള്ള കുറേ കുട്ടികളെ ഒരുമിച്ച് അത് മേയിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ലല്ലോ. പിന്നെ ടീച്ചറിൻ്റെ കൂടെ ഒരു ഹെൽപ്പിന് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം അവരവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞാനും കുറച്ച് നേരം ഇരുന്നു. കാരണം ആദ്യമായിട്ട് ഇവരെ കൊണ്ടുവിട്ടതല്ലേ. അപ്പോൾ ഇവർ വഴക്കൊക്കെ ആണെങ്കിൽ കരഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറിന് ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനും കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് നേരം ഞാനും അമ്മയും ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ അമ്മ പോയി. പിന്നെ ഞാൻ കുറച്ച് നേരം കൂടെ ഇരുന്നു. സത്യം പറഞ്ഞാൽ അന്ന് വൈകുന്നേരം ശരിക്കും രാവിലെ 9:30 തൊട്ട് 3:30 വരെയാണ് ഈ അംഗൻവാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഞാനൊരു അന്ന് ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഒരു 2 മണി വരെ ഇരുന്നു. 2 മണിയായപ്പോൾ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുഞ്ഞുങ്ങളെയും കൂട്ടി ഞാനും കുഞ്ഞുങ്ങളും കൂടെ അപ്പോഴത്തേനും അമ്മ വന്നു. അമ്മയെ വിളിച്ചപ്പോൾ അമ്മ വന്നു. അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ചു കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ അതാ ഇതുപോലെ പ്ലഡ്ജൊക്കെ ചൊല്ലി. അയ്യോ, അതിനിടയ്ക്കും കുട്ടികൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടവും എന്തൊക്കെയായിരുന്നു. ഇവർ ആദ്യത്തെ ദിവസം ആയതുകൊണ്ടായിരിക്കും ഭയങ്കര അടങ്ങിയൊക്കെ നല്ലതായിട്ട് നിന്നു കേട്ടോ. അതിനുശേഷം ഇവരെ അക്ഷരമൊക്കെ എഴുതിപ്പിച്ചു ടീച്ചർ. പല പല ആക്ടിവിറ്റീസൊക്കെ ചെയ്യിപ്പിക്കും കേട്ടോ. അതായത് ഇത് കഴിഞ്ഞ് എല്ലാ ദിവസവും മിക്ക ദിവസങ്ങളിലും ഞാനിപ്പോൾ 2-3 ദിവസം പോയിരുന്നപ്പോഴൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഞാൻ പതിയെ നിർത്തിയത്. അപ്പോൾ അങ്ങനെ ഹാൻഡ്സ് അപ്പും ഹാൻഡ്സ് ഡൗണും അങ്ങനെ കുറേ അതുപോലുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ചില കുട്ടികളൊക്കെ അവിടെ നേരത്തെ തൊട്ടേ ഉള്ളതാണ്. അപ്പോൾ അവർക്ക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഇതിനകത്തിൽ നിവ പിന്നെയും ടീച്ചർ ചെയ്തു കൊടുക്കുന്ന പോലെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. നിലുവാണെങ്കിൽ ഇങ്ങനെ എല്ലാം കണ്ടിട്ട് ഭയങ്കര അതിശയം പോലെ അവളിങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി നോക്കി നിൽക്കുമായിരുന്നു. അവൻ പിന്നെ ഇങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോഴത്തേനും അവർ ചെയ്ത് കഴിയുന്നുണ്ടാവും. അങ്ങനെയൊക്കെയായിരുന്നു. എന്നാലും കുഴപ്പമില്ല. പക്ഷെ നില ഒന്നും ചെയ്യുന്നില്ലായിരുന്നു കേട്ടോ. അവളിങ്ങനെ എല്ലാം നോക്കി നോക്കി കാണുമായിരുന്നു. അപ്പം അങ്ങനെ കുറേ സമയമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര എന്താ പറയണ്ടേ, ഇവർ കുറേയൊക്കെ കൂടെ സംസാരിക്കാനൊക്കെ നന്നായിട്ട് നമ്മുടെ ലാംഗ്വേജൊക്കെ നന്നായിട്ട് സംസാരിക്കാൻ പഠിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഇവരെ വിട്ടത് കേട്ടോ. പിന്നെ മറ്റുള്ള കുട്ടികൾ ഇവർ 3 പേരും തന്നെയല്ലേ എപ്പോഴും കളിയായാലും ചിരിയായാലും എപ്പോഴും ഇവർ 3 പേരും കൂടെ അല്ലേ. അപ്പോൾ ഇവർ മറ്റുള്ളവരുമായിട്ട് ഇച്ചിരി മിങ്കിളാവട്ടെ എന്ന് കരുതിയാണ് വിട്ടത്. നമ്മൾ 1 മാസത്തോളം നാട്ടിലുണ്ട്. ആ സമയത്ത് പോട്ടെന്ന്. പക്ഷേ ഓരോ ദിവസവും 1-2 ദിവസങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ പിന്നെ 2 ദിവസം അവധിയായിരിക്കും. പിന്നെയും പോവാം. അങ്ങനെ ആയിരിക്കുമ്പം ഇവർക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർക്ക് മടിയായി തുടങ്ങിയാണ് കേട്ടോ. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞാൻ പതിയെ ഇങ്ങോട്ട് മാറാൻ ഇവർ സമ്മതിക്കത്തില്ല. അപ്പോൾ പോകണ്ട അമ്മ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കരയാൻ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ ഞാനും അമ്മയുമായിരിക്കും കൊണ്ടുവിടുന്നത്. അല്ലെങ്കിൽ ഞാനും അങ്ങനെ ഞങ്ങൾ മാറി മാറി ഞാനും ചേട്ടനും അനിയൻ്റെ വൈഫും അങ്ങനെ ഓരോരുത്തർ ഞങ്ങളിങ്ങനെ മാറി മാറിയാണ് കൊണ്ടുവിടുന്നത്. അപ്പോൾ എപ്പോഴും ആര് ചെന്നാലും ഇവർ ഞങ്ങൾ പോരണ്ടാന്ന്. പക്ഷെ നമ്മളങ്ങോട്ട് കൊണ്ടുവിടുന്ന സമയത്ത് ഇപ്പോൾ ഇവരെ കൊണ്ടുവിടുന്ന സമയത്തുള്ള ആ ഒരു കരച്ചിലേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ പക്ഷേ പോകത്തില്ല. എന്ത് ചെയ്താൽ ഇപ്പോഴത്തെ അവസ്ഥ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെ അവർക്ക് അക്ഷരമൊക്കെ എഴുതിപ്പിച്ചു. അവർ കൈ പിടിച്ച് നന്നായിട്ട് എഴുതുന്നുണ്ട്. അവർക്ക് പെൻസിലൊക്കെ പിടിക്കാൻ ഒരുമാതിരി അറിയാം കേട്ടോ. അക്ഷരങ്ങളൊക്കെ ഇങ്ങനെ എയും ബിയും ഒക്കെ കുറച്ചൊക്കെ എഴുതും. അപ്പോൾ അങ്ങനെ അവർക്കറിയാം. ഞാൻ ചോക്കും ഒക്കെ വെച്ച് ഞാൻ എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ ഹരിശ്രീ ഗണപതായ നമഃ ഒക്കെ എഴുതിപ്പിച്ചു. എന്നിട്ട് അത് ഓരോരുത്തരെ കൊണ്ടും അത് എഴുതിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അത് പറഞ്ഞു കൊടുത്തും അങ്ങനെയൊക്കെ
ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു ടീച്ചർ. അപ്പോൾ ഇവരവിടെ ചെന്നപ്പോൾ ഇവരുടെ വിചാരം അവിടെ കളിക്കാനുള്ള എന്തൊക്കെയോ ആണെന്നാണ്. കാരണം അവിടെ കുറേ ടോയ്സൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്കതൊക്കെ കണ്ടപ്പോഴത്തേന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്താ പറയണ്ടേ, ഇപ്പോൾ എഴുതാനെന്ന് പറഞ്ഞപ്പോൾ നിച്ചുവിനൊരു ശകലം മുഖമൊക്കെ അങ്ങ് ഇതായായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു തരത്തിൽ എഴുതി 3 പേരെയും കൊണ്ട് അങ്ങനെ ഹരിശ്രീയൊക്കെ എഴുതിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ദിവസം എനിക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു കേട്ടോ. ഇവരെ കൊണ്ടുവിടുമ്പോൾ അല്ലേ അവിടെ ഇരിക്കുമോ, എങ്ങനെയായിരിക്കും, എന്തൊക്കെയായിരിക്കും. പക്ഷേ ഇവർ അംഗൻവാടി എന്താണെന്നറിയാത്തത് കൊണ്ടും ഇവർ ആദ്യമായിട്ടുള്ള പോകുന്നത് കൊണ്ടും ആയിരിക്കും ഇവർ ഭയങ്കര ചിരിച്ച് കളിച്ചാണ് വീട്ടിൽ നിന്ന് പോയത്. എവിടെയോ കാരണം അന്ന് ഞങ്ങളെല്ലാം നല്ല ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടാണ് പോയത്. അപ്പം അമ്മയൊക്കെ സാരിയൊക്കെ ഉടുത്തിട്ട് പോകുന്നത് കണ്ടപ്പോൾ അവരോർത്തു അംഗൻവാടി നമ്മുടെ അടുത്ത് തന്നെ കേട്ടോ, കുറച്ച് നടന്ന് പോയാൽ മതി, ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. എന്നിട്ട് ഇവരോർത്തു എവിടെയോ നമ്മളിവരെ കൊണ്ടുപോവുക എന്നുള്ള രീതിയിൽ പാർക്കിലൊക്കെ പോകുന്നത്. കാരണം ബുക്കോ ബാഗോ ഒന്നും കഴിക്കത്തില്ലേ, വെറുതെ നടന്ന് പോകുമായിരുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ഇവർ പോയി ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ ടീച്ചർ പറയുന്നത് ആദ്യത്തെ ദിവസമാണെങ്കിലും കുട്ടികൾക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ എന്നൊക്കെ. അങ്ങനെ ഇവരെ 3 പേരെയും കൊണ്ട് എഴുതിച്ച് അതിനുശേഷം ഞങ്ങൾക്ക് രാവിലത്തെ ഫുഡ് കൊടുത്തു കേട്ടോ. അവിടെ ഓരോ ദിവസവും ഓരോ ഫുഡാണ്. റാഗിയില്ലേ, അപ്പം എല്ലാവരും തന്നെത്താനാണ് കഴിക്കുന്നത്. തന്നെത്താൻ കഴിക്കുന്നത് ടീച്ചർ വാരി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ഒരാളും കൂടെ വരാത്തത് കാരണം അന്ന് ടീച്ചർ തന്നെയാണ് എല്ലാം ചെയ്തിട്ട് കൊടുക്കുന്നതൊക്കെ. അതിനുശേഷം അവർ ജസ്റ്റ് പഠിപ്പിക്കുകയും ഓരോന്ന് കാണിച്ചു കൊടുക്കുകയും ഓരോരോ കഥകൾ പറഞ്ഞു കൊടുക്കുകയും അങ്ങനെയൊക്കെ ടീച്ചർ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വീണ്ടും ഉച്ചയ്ക്ക് ഫുഡുണ്ട്. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിഞ്ഞിട്ട് പിന്നെ അവർ കുറച്ച് നേരം കിടത്തി ഉറക്കും. ഉറങ്ങി കഴിഞ്ഞിട്ട് വീണ്ടും എഴുന്നേറ്റ് കഴിയുമ്പോൾ വൈകിട്ടും ഇതുപോലെ എന്തെങ്കിലും ഫുഡുണ്ട്. രാവിലെ ചിലപ്പോൾ റാഗി ആയിരിക്കും, ചിലപ്പോൾ ന്യൂട്രി ലഡു എല്ലാ സംഭവങ്ങൾ ഇങ്ങനെ പൾസസൊക്കെ കൂടെ പൊടിച്ച് ലഡു പോലെ ഉണ്ടാക്കിയതായിരിക്കും. അതിൻ്റെ പുട്ടും പഴമായിരിക്കും. അങ്ങനെ പല പല കാര്യങ്ങളാണ്. അതിൻ്റെ ലിസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇതുപോലെ വെജിറ്റബിൾസ് എല്ലാം ഫ്രൈഡ് റൈസ് പോലെ ആയിരിക്കും, കഞ്ഞിയും പയറുമായിരിക്കും. ഞാനന്ന് അവരുടെ കൂടെ ഇരുന്ന ദിവസം അവർക്ക് ചോറ്, പരിപ്പ് കറിയും കോവയ്ക്ക മെഴുക്കൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ അതായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും ഓരോരോ സാധനങ്ങളായിരിക്കും എന്നും. പിന്നെ ചില ദിവസങ്ങളിൽ മുട്ട പുഴുങ്ങിയിട്ട് അതുണ്ടാവും. അങ്ങനെ ഓരോ ദിവസം ഓരോ ഫുഡാണ്. നല്ല ഫുഡ്. പിന്നെ ഒരു ഗ്ലാസ് പാലുണ്ട്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴും ഇതുപോലെ അവൽ വിളയിച്ചത്, പുട്ടും പൊടിയും, അല്ലെങ്കിൽ ഇതുപോലെ ഇലയിട, അങ്ങനെ എന്തെങ്കിലും സാധനം. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഇവർക്ക് എന്താ അവൽ വിളയിച്ചതായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം പഠിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണി 1:30 ആകുമ്പോഴത്തേനും ഉച്ചക്കത്തെ ഫുഡ് 1 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കും. അതിനുശേഷം ഇവരെ കിടത്തി ഉറക്കും. ഉറങ്ങി ഒരു 2-2:30 ആകുമ്പോഴാണ് ഇവർ പിന്നെ എണീക്കുന്നത്. 12:30 ആകുമ്പോഴത്തേനും ഉച്ചക്കത്തെ ഫുഡ് കൊടുക്കും. പിന്നെ ഇവർ ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ ഇവർക്ക് ഈ ഇലയടയോ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് കൊടുക്കും. അതിനുശേഷം പിന്നെ നമ്മൾ പോയി കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും അടുത്തൊരു ദിവസത്തെയാണ്. അപ്പം ആ ദിവസം ഇവർ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് പോയി. അന്ന് ഞാൻ കുറച്ച് നേരം ഇരുന്നുള്ളൂ. ഒരു 10 മണിക്ക് കൊണ്ടുവിട്ട് കഴിഞ്ഞ് ഒരു 11-11:30 ആയപ്പോൾ ഞാൻ പോന്നു. പോകാൻ നേരം ചെറുതായിട്ട് അമ്മ പോകണം, അപ്പോൾ ഞാൻ പോവാമെന്ന് ഇവർക്ക് മനസ്സിലായില്ലായിരുന്നു. ഞാനും അനിയത്തിയും കൂടെയാണ് പോയത്. അപ്പോൾ അവൾ ആദ്യം ഫസ്റ്റ് അവിടെ നിന്ന് മാറിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പതിയെ മാറി. അങ്ങനെ ആയപ്പോൾ പിന്നെ ഒരു ചെറിയ കരച്ചിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ ഓടിപ്പോകുന്നു. പിന്നെ അങ്ങനെ ആദ്യത്തെ 2-3 ദിവസമൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ ചെല്ലുന്ന കുറച്ച് കഴിയുമ്പോൾ പറയും അമ്മ പോവല്ലേ എന്ന് പറയും. പക്ഷേ ടീച്ചേഴ്സിന് അവർക്ക് ഇതുവരെ എന്താ പറയണ്ടേ, അവർക്കതൊരു അഭ്യാസമാണല്ലോ. അവിടെ വരുന്ന കുട്ടികളെല്ലാം ഇങ്ങനെയാണല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസം ഇവരെ കൊണ്ടുവന്നപ്പോഴേ ടീച്ചർ പറഞ്ഞു, ഇവരൊരു വഴക്കുമില്ലല്ലോ, എന്താ പറയണ്ടേ, ഇവരിരുന്നോളും, സാധാരണ കുട്ടികളൊന്നും ഇങ്ങനെയല്ല എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ഒരു വഴക്കില്ലാതൊക്കെ പോയി. ടീച്ചർ കയ്യെ പിടിച്ചൊക്കെ എഴുതിക്കും. പിന്നെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ദിവസം പിന്നെ ഇവയ്ക്ക് ഒരു വഴക്കുമില്ലായിരുന്നു കേട്ടോ. അവൾക്ക് ഇപ്പോഴും അങ്ങനെ അത്ര വലിയ വഴക്ക് അവൾക്ക് മാത്രമാണ് ഇല്ലാതെ. പക്ഷേ ഇപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞ്, കാരണം ഇപ്പോൾ അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞ് പിന്നെ ലീവൊക്കെ ആയി. കുറച്ച് ദിവസം പെസഹ വ്യാഴം, ദുഃഖവെള്ളി, അതിൻ്റെയൊക്കെ ലീവായി. കുറച്ച് ദിവസം ലീവൊക്കെ കഴിഞ്ഞപ്പോൾ അവർക്ക് പിന്നെ പോകാൻ മടിയായി. പിന്നെ എനിക്ക് ഇവിടുത്തെ ഒരു ഇതെന്താണെന്നറിയാം, അവർക്ക് കൊടുക്കുന്ന കോവയ്ക്ക ആയാലും ചീര ആയാലും തോരനൊക്കെ വെക്കുന്നതെല്ലാം അതിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ അവരെല്ലാം നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നെടുക്കുന്ന സാധനങ്ങൾ തന്നെയാണ് ഇവർക്ക് കൊടുക്കുന്നത്. കൂടുതലും അങ്ങനെയുള്ള സാധനങ്ങളാണ്. പയറാണേലും ചീര, പിന്നെ അങ്ങനെയൊക്കെയാണ്.
പിന്നെ ബാഗ് വാങ്ങിച്ചപ്പം പിന്നെ അവർ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു പോകാൻ. ഇനി ഇപ്പോഴത്തെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സ്കൂളിൽ പോകണ്ടേ? അപ്പം ഇച്ചിരി പോലീസ് ആവണ്ടേ? പോലീസ് ആവണ്ട? അമ്മ പോയിട്ട് വരാനാ. അമ്മ പോയതാ സ്കൂളിൽ. അപ്പോൾ ഇതൊക്കെയാണ് അംഗൻവാടിയിലെ വിശേഷങ്ങൾ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ടു ഓൾ.